സുഹൃത്തുക്കളെ, ബാക്കിലെ സ്ക്രീനിൽ കാണുന്നത് റിച്ചർഡ് ഡോക്കിൻസും ഇയാൻ ഹിർസിയുമാണ്. ഇവർ രണ്ടുപേരും പേരുകേട്ട നിരീശ്വരവാദികളായിരുന്നു. ഇപ്പോൾ ഇയാൻ ഹിർസി നല്ല കട്ട കുഞ്ഞാടായിട്ട് മാറി. കാരണം അവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ ദൈവം ആവശ്യമുണ്ടത്ര. അങ്ങനെ അവർ കുരിശിൽ തൂങ്ങിയാടുന്ന യേശുവിൽ സമാധാനം കണ്ടെത്തിയിരിക്കുകയാണ്. അത് എന്തുതരം സമാധാനമാണെന്ന് എനിക്കറിയില്ല. ഒരു തൂങ്ങിയാടുന്ന ഒരാളോട് നമുക്ക് സഹതാപമൊക്കെയാണ് വേണ്ടത്, പക്ഷെ അവരിൽ എന്ത് സമാധാനമാണ് കണ്ടെത്തുക? അപ്പോൾ ഇങ്ങനെ തൂങ്ങിയാടുന്ന അല്ലെങ്കിൽ ചിതറിത്തെറിക്കുന്ന മനുഷ്യ ശരീരങ്ങളെ കണ്ടിട്ട് സമാധാനം തോന്നുന്നത് കൊണ്ടാകാം ഈ ക്രിസ്ത്യാനികളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ കീഴടക്കിയിട്ട് ഇന്നും ഇറാഖ് ദൈവവിളി കൊണ്ടാണ് ഞാൻ ഇറാഖ് കീഴടക്കിയതെന്ന് ജോർജ് ബുഷ് പറയുന്നുണ്ട് അത്രേ. എന്തിന് ഇറാഖ് കീഴടക്കി എന്ന് ജോർജ് ബുഷിനും പാശ്ചാത്യ ശക്തികൾക്കും ഇന്നും ഉത്തരവില്ല. അപ്പോൾ രണ്ടാമത്തത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. ആള് പറയുന്ന ആൾ കൾച്ചറൽ ക്രിസ്ത്യാനിയാണെന്നാണ്. അപ്പോൾ ആളുടെ ജനനം ബ്രിട്ടീഷുകാർ അധീനപ്പെടുത്തിയ കെനിയയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ മലാവിയിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷുകാർ കീഴടക്കിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരെ അധീനപ്പെടുത്തിയ ഡോക്കിൻസ് തന്നെ പറയുകയാണ് ഇസ്ലാം ക്രിസ്ത്യാനിറ്റിയെ കീഴടക്കുകയാണ് യൂറോപ്പിൽ, അതുകൊണ്ട് അദ്ദേഹം കൾച്ചറൽ ക്രിസ്ത്യനാണ്, അദ്ദേഹം ആംഗ്ലിക്കൽ ക്രിസ്ത്യനാണ്. ഞാൻ സാംസ്കാരിക മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണ് ഞാൻ സുന്നി സാംസ്കാരിക മുസ്ലിമാണ്, അല്ലെങ്കിൽ മുജാഹിദ് സാംസ്കാരിക മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഞെട്ടില്ലേ? അതേപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് ഡോക്കിൻസ് പറയുന്നത്. ആള് ക്രിസ്ത്യൻ യുക്തിവാദി മാത്രമല്ല, ആംഗ്ലിക്കൻ യുക്തിവാദിയും കൂടിയാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ പല ടൈപ്പുണ്ട്. ആംഗ്ലിക്കൻ ഏതാ ഇനെന്നൊക്കെ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ട്. എന്തായാലും അത് മറ്റുള്ള ഒരു അവസരത്തിൽ അന്വേഷിച്ച് പോകാം. നമുക്ക് ആദ്യം ഇയാൻ ഹിർസിയുടെ ഒരു ആർട്ടിക്കിൾ വായിക്കാം. ഇത് നവംബർ 11, 2023 എഴുതിയ ആർട്ടിക്കിളാണ്. I had publicly condemned the terrorist attack of the 19 men who had hijacked a passenger jets and crashed them into Twin Towers in New York. തീർച്ചയായിട്ടും നിരപരാധികളെ കൊല്ലുന്നതൊക്കെ ഭീകരവാദം തന്നെയാണ്, ഭീകരാക്രമണം തന്നെയാണ്. അപ്പോൾ ഇന്നലെയും ഗസയിലെ സ്കൂളിൽ ബോംബിട്ടിട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭീകരാക്രമണമല്ലേ? നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മുടെ ആളുകളോട് ചെയ്യുന്നത് മാത്രമാണ് ഭീകരവാദം. അപ്പോൾ അത് പോട്ടെ, അത് സാരമില്ല. അപ്പോൾ എങ്ങനെ തന്നെയാണ് പലരുടെയും ഒരു ഇരട്ടത്താപ്പുകൾ. ഐ വാസ് എ മുസ്ലിം ദെൻ, ആൾസോ നോട്ട് പ്രാക്ടീസിങ് ഓൺ. ഇഫ് ഐ ട്രൂലി കണ്ടംഡ് their action, then where did that leave me? Underlying the principle that justified the attacks was religious. ചാവേർ ആക്രമണം എങ്ങനെയാണ് റിലീജിയസ് ആകുന്നത് എനിക്കറിയില്ല. ഞാൻ ചാവേർ ആക്രമണം ന്യായീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഈ ലോകത്തുള്ളൂ. ഇത് ബൈബിള്. ന്യായാധിപന്മാർ 16:30 ഞാൻ ഫിലിസ്തീനോട് കൂടി മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശിംശോൻ എന്ന് പറഞ്ഞാൽ സാംസൺ. എന്നിട്ട് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അധ്യായം വചനം 30, ന്യായാധിപന്മാർ. അപ്പോൾ ചാവേർ ആക്രമണം ന്യായീകരിക്കുന്ന ഏക ഗ്രന്ഥം ജൂയിഷ്, ക്രിസ്ത്യൻ ബൈബിളാണ്, പഴയ നിയമമാണ്. ഇത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇത് അംഗീകരിക്കുന്നവർ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ ബൈബിൾ കോപ്പി അടിച്ചിട്ടുണ്ട്, പക്ഷേ സാംസൺ എന്ന ചാവേറിനെ കോപ്പി അടിച്ചിട്ടില്ല. എൻ്റെ അറിവിൽ ചാവേർ ആക്രമണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമേ ഉള്ളൂ. അത് ന്യായാധിപന്മാർ എന്നുള്ള ബൈബിള് ആണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. മറ്റുള്ള മതക്കാർ ചാവേർ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇത് ഇയാൻ ഹിർസി പറയുമ്പോൾ ഇതൊക്കെ ഇയാൻ ഹിർസി വായിക്കണമായിരുന്നു. ഇയാൻ ഹിർസി ഇന്നൊരു ക്രിസ്ത്യാനായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതിലൊരുപാട് പറയുന്നുണ്ട്. സമയം കളയുക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും മുസ്ലിം ബ്രദർഹുഡൊക്കെ ലോകത്തിന് ഭീഷണിയാണ്. റിയലൈസേഷൻ ദാറ്റ് അത്തീസം ഈസ് ടു വീക്ക്. അത്തീസം നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. ആൻഡ് ഡിവിസീവ് എ ഡോക്ട്രൈൻ ടു ഫോർട്ടിഫൈ അസ് അഗെയിൻസ്റ്റ് അവർ menacing foes. I have also turned to Christianity because I ultimately found life without any spiritual solace unendurable. നിരീശ്വരവാദം എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഒതുക്കാനൊന്നും ശക്തിയുള്ളതല്ല. അതുകൊണ്ട് തന്നെ അവർ ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ചിലർ മിഷണറികളുടെ വലയിൽപ്പെട്ട് കഴിഞ്ഞു. മുമ്പ് മുസ്ലിം ആയിരുന്ന ആളുകൾ ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടും അവരുടെ കൂടെ നിന്നിട്ടും അവരുടെ സമ്മേളനങ്ങളിൽ പോയിട്ട് കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുമൊക്കെ അത് വിജയിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇസ്ലാമിനെ എൻ്റെ അഭിപ്രായത്തിൽ എതിർക്കാൻ ഏറ്റവും ശക്തിയുള്ള ആയുധം എന്ന് പറയുന്നത് നിരീശ്വരവാദവും വർഗീയതയില്ലായ്മയും ഒക്കെയാണ്. ലാ ഇലാഹ ഇല്ലല്ല എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അവിടെ ഇല്ലല്ല എന്നുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് ലാ ഇലാഹ എന്നുള്ള ഒരു ഇതിൽ ദൈവമില്ല, ഒരു ഗോത്രീയതയും ഇല്ല, ഇരട്ടത്താപ്പ് പാടില്ല, എല്ലാവരും ഒരേപോലെ എന്ന് പറയുന്ന അതാണ് ഏറ്റവും ശക്തമായ ഇസ്ലാമിനെ എതിർക്കാനുള്ള ആയുധം.
അപ്പോൾ ഇയാൻ ഹിർസി ഇതിലിങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിയൂ എന്നാണ്. നമുക്ക് ഡോക്കിൻസിൻ്റെ വാക്കുകളിലോട്ട് കടക്കാം. നമ്മളവിടെ സുഡാപ്പി സംഘി എന്നൊക്കെ യുക്തിവാദി സുഡാപ്പി യുക്തിവാദി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ ഡോക്കിൻസ് പറയുന്ന ആള് മുട്ടനാടി യുക്തിവാദി എന്നാണ്. അപ്പോൾ ആള് ബിലീവർ അല്ല, പക്ഷെ ആള് കൾച്ചറൽ ക്രിസ്ത്യനാണ്. ആൾക്ക് ചർച്ച് ഇഷ്ടമാണ്, കരോൾ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഇഷ്ടമാണ്. അത് റിപ്ലേസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. ഇനി ഇസ്ലാമാണോ ക്രിസ്ത്യാനിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമാ മോശമാണ്, ക്രിസ്ത്യാനിറ്റിയാണ് നല്ലത് എന്നാണ് ആൾ പറയുന്നത്. രണ്ടും എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, രണ്ടും തള്ളിക്കളയണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. In the Christian ethos, I feel that we are a Christian country in that sense. ഇവിടെ പലരും യൂറോപ്പും അമേരിക്കയൊന്നും ക്രിസ്ത്യൻ കൺട്രി അല്ലാന്ന് പറയാറുണ്ട്. പക്ഷേ ഡോക്കിൻസ്, ഇവരുടെ തലതൊട്ടപ്പൻ ഡോക്കിൻസ് കൾച്ചറൽ ക്രിസ്ത്യൻ തന്നെ പറയുന്നത് ക്രിസ്ത്യൻ കൺട്രി ആണെന്ന്. അതിനുള്ള തെളിവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതാണ് പിന്നീടുള്ള വീഡിയോകളിൽ. It's true that statistically the number of people who actually believe in Christianity is going down, and I'm happy with that. But I would not be happy if, for example, we lost all our cathedrals and our beautiful parish churches. So I count myself a cultural Christian. I think it would matter if we substituted any alternative religion. That would be truly dreadful. അല്ല, ഈ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. അതായത് ഒരാള് എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരാൾ ഇസ്ലാം വിടുകയാണെങ്കിൽ അയാൾ നിരീശ്വരവാദിയായിരിക്കണം. അയാൾ ക്രിസ്ത്യാനിയാവുകയോ സംഖ്യയാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുഴപ്പമാണ്. അതേപോലെ ഡോക്കിൻസ് വിചാരിക്കുകയാണെങ്കിൽ ഒരാൾ ക്രിസ്ത്യാനിറ്റി വിടുകയാണ്, അവൻ മുസ്ലിമോ ഒക്കെ ആവുകയാണെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. ആ കാര്യത്തിൽ ഞാൻ ഡോക്കിൻസിനോട് യോജിക്കുകയാണ്. പള്ളി ബാറാവുകയാണെങ്കിൽ ബാറാവുന്നതും കുഴപ്പമാണ്. മ്യൂസിക് ക്ലബ്ബുകൾ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. പള്ളി ബാറോ, അതായത് ചർച്ച് ബാറോ പള്ളിയൊക്കെ ആവുന്നത് കുഴപ്പം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. If I had to choose between Christianity and Islam, I choose Christianity every single time. I mean, it seems to me to be a fundamentally decent religion, in a way that I think Islam is not. ക്രിസ്ത്യാനിറ്റി ഫണ്ടമെന്റലി ഡീസന്റ് റിലീജിയൻ ആണെന്ന് പറയുന്നതിൽ ഡോക്കിൻസിനോട് ഞാൻ യോജിക്കുന്നില്ല. Yes, I mean the way women are treated. I mean, Christianity is not great about that. It's had its problems with female vicars and female bishops and things. But there's an active hostility to women, which is promoted, I think, by the holy books of Islam. I'm not talking about individual Muslims, who of course are quite different. But the doctrines of Islam, the Hadith and the Quran, is fundamentally hostile to women, hostile to gays, and I find that I like to live in a culturally Christian country, although I do not believe a single word of the Christian faith. ആള് പറയുന്നത് ബൈബിൾ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഗേകൾക്കെതിരെ ഒന്നും പറയുന്നില്ല. അപ്പോൾ സോഡോം ഗോമറ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിലുണ്ടല്ലോ, അത് ഇയാൾ കണ്ടു. അവിടെ സ്വർഗരതി കാരണം ഒരു നാട് തന്നെ നശിപ്പിച്ചു എന്നൊക്കെ ബൈബിളിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോൾ ആളൊരു ആംഗ്ലിക്കനാണെന്ന് പറഞ്ഞു. ആംഗ്ലിക്കൻ പ്രൊട്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ക്രിസ്ത്യാനികളെ പറ്റി ഇനി ഇതൊക്കെ പഠിക്കണമല്ലോ, എന്തൊരു അവസ്ഥയാണ്. അപ്പോൾ അത് പഠിക്കുക എന്നുള്ളതിനേക്കാളും നമ്മളെക്കാളും കൂടുതൽ അറിയുന്ന വിവരമുള്ള ഞാൻ ക്രിസ്ത്യാനിറ്റി വിമർശിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പണി. എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും. നമുക്ക് കുറച്ച് ബൈബിള് വായിക്കാം. എന്നാൽ അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾക്ക് അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോകാ എന്ന് അവനോട് പറഞ്ഞു. ഉൽപ്പത്തി അധ്യായം 19 വചനം 5 ഉൽപ്പത്തി. ഇതിൽ അവസാനം ഇവരെ നശിപ്പിച്ച കഥകളൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ സ്ത്രീവിരുദ്ധത നമ്മൾക്ക് കാണാം. പുരോഹിതന്റെ മകൾ ദുർനടപ്പ് ചെയ്തു തന്നെത്താൻ അശുദ്ധിയാക്കിയാൽ അവൾ തൻ്റെ അപ്പൻ അശുദ്ധനാക്കുന്നു, അവളെ തീയിൽ ചുട്ട് കളയണം. ലേവ്യ പുസ്തകം അധ്യായം 21 വചനം 9. ലേവ്യ പുസ്തകം. ലേവ്യർ. ഒരുത്തൻ തൻ്റെ പുത്രിയായി ദാസിയെ വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നത് പോലെ പോകരുത്. അങ്ങനെ കുട്ടികളെ തൻ്റെ മക്കളെ അടിമയായിട്ട് വിൽക്കുന്നതൊക്കെ പുറപ്പാടിലൊക്കെ ഉണ്ട്. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് 20 ശെക്കലും പെണ്ണിന് 10 ശെക്കലും ആയിരിക്കണം. ആണിൻ്റെ പകുതി വിലയെ പെണ്ണിനുള്ളൂ എന്നാണ് ലേവ്യ പുസ്തകത്തിൽ ബൈബിളിൽ പറയുന്നത്. ഇപ്പോൾ പലരും പറയും പഴയ നിയമം എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമമാണ്, അത് ബാധകമല്ല. പക്ഷേ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, ഞാനും പിതാവും ഒന്നാകുന്നു. അത് യേശുവും യഹോവ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്. അപ്പോൾ അവർ പറഞ്ഞതിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ബഹുഭാരിത്വം പറയുന്നുണ്ട്, ഇതിൽ വീണ്ടും ബഹുഭാരിത്വം പറയുന്നുണ്ട്. എന്നാൽ യുവതിയിൽ കന്യകാ ലക്ഷണം കണ്ടില്ല എന്നുള്ള വാക്ക് സത്യമായിരുന്നാൽ
യുവതി അവളുടെ അപ്പൻ്റെ വീട്ടുവാതിൽക്കൽ കൊണ്ടുപോയി അവൾ ഇസ്രായേൽ വഷളത്വം പ്രവർത്തിച്ചു. അതായത് നിങ്ങളൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരികയാണ്, പക്ഷെ അവൾ കന്യകയല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവളെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വേശ്യയാണെന്ന് പറഞ്ഞിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കി കളയണം. വളരെ സ്ത്രീവിരുദ്ധമായിട്ട് പറഞ്ഞാൽ അത് വേണ്ട പോട്ടെ. അപ്പോൾ ഇമാതിരി വൃത്തിയായിട്ട സാധനമാണ് ബൈബിൾ, കത്തിക്കേണ്ട സാധനമാണ്. പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുത്തൻ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി അടുത്ത് ചെന്ന് കൈ നീട്ടി അവൻ്റെ ഗുപ്താംഗം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം. അവളോട് കനിവ് തോന്നരുത്. ഒരാളുടെ ഭാര്യ പോയിട്ട് അവളുടെ ഭർത്താവിൻ്റെ കൂടെ അടികൂടുന്ന ആളുടെ ഗുപ്താംഗം എന്നൊക്കെ പറഞ്ഞാൽ ഈ തൂങ്ങിക്കിടക്കുന്ന ആണുങ്ങൾക്ക് കശുവണ്ടി എന്നൊക്കെ പറയും പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനം ഉണ്ടാവും. ദൈവവചന കേട്ടോ, ദൈവവചന ഇത് വലിക്കരുത് എന്നാണ് പറയുന്നത്. അതിങ്ങനെയാണല്ലേ. ഒരു മിനിറ്റ്. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേലെ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീ അനുവദിക്കുന്നതല്ല. എന്നാൽ ഏത് പുരുഷനെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അതായത് പുരുഷനേക്കാളും മേലെയാണ് ക്രിസ്തു, സ്ത്രീയുടെ മേലെയാണ് പുരുഷൻ. ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായി, ഒരു സ്ത്രീക്ക് മനസ്സുണ്ടായി, അങ്ങനെ ഉള്ള അംഗസ്രവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധിയായിരിക്കണം. അവളെ തൊടുന്നവനെല്ലാം സന്ധ്യവരെ അശുദ്ധനായിരിക്കണം. അവൾ അശുദ്ധിയിൽ അവൾ ഏതിന്മേൽ കിടന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കും. മെൻസസ് ആയിട്ടൊരു സ്ത്രീ എവിടെയിൽ ഇരുന്നാൽ അതും അശുദ്ധമാണ്. അവൾ കിടക്ക തൊടുന്നവനെല്ലാം, ഇപ്പോൾ ഒരു പെണ്ണ്, മെൻസസ്സായ പെണ്ണ് എവിടെയെങ്കിലും ഇരുന്നാൽ ആ ഇരുന്ന സ്ഥലം അശുദ്ധമായി. അവിടെ കൂടെ ആരെങ്കിലും തൊട്ടാൽ അവരും അശുദ്ധമാണ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഡോക്കിൻസിൻ്റെ സ്ത്രീവിരുദ്ധമല്ലാത്ത ബൈബിളിൽ പറയുന്നത്. ഇത് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡോക്കിൻസിൻ്റെ ബൈബിളിലെ കാര്യങ്ങൾ. എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സംഖ്യകളല്ല, അതിൻ്റെ ഇടയിൽ കൂടി നല്ലോണം കുഞ്ഞാടുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞാടുകളുടെ മതം മാറ്റിയ സാക്ഷ്യങ്ങൾ നമ്മൾക്ക് കാണാം. ഇതൊരു AK തിരുമേനിയാണ്. AK 3,22,000 ആളുകളാണ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ളത്. ഇതൊരു തിരുമേനി സാക്ഷ്യമാണ്. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ ചാനലിലേക്ക് ഒരു സാക്ഷിയായി നിൽപ്പാൻ എന്നെയും ദൈവം കണ്ട വലിയ കൃപയോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അലോഷ്യസ്. എൻ്റെ തൂലികാ നാമം AK തിരുമേനി എന്നാണ്. എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ കായംകുളം വലിയഴിക്കലാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്ന അത്ഭുതത്തെപ്പറ്റി പറയുവാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ഏകദേശം 40ഓളം ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സാക്ഷിയായി നിൽക്കുന്നത്. ഏകൻ ക്ഷേത്രം, കാരണം ഒരു പരിഹാരാദി പൂജകൾ ചെയ്യുമ്പോൾ തന്നെ 25,000 30,000 രൂപയൊക്കെ അന്ന് ഞാൻ മേടിക്കുമായിരുന്നു. 50,000 രൂപയോളമൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കൈപ്പറ്റിയിരുന്നു. പക്ഷേ അന്ന് മേടിച്ചതിൻ്റെ പരിണിത ഫലം, കാരണം വെന്റിലേറ്ററിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുത്തു തീർക്കേണ്ടി വന്നു. അങ്ങനെ ലാസ്റ്റ് നിൽക്കുന്നത് അഹമ്മദാബാദിലെ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ നിന്നിരുന്നത്. അഹമ്മദാബാദ് ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. കാരണം വയറ് വേദനയാണ് ആദ്യമേ തുടങ്ങിയത്. അങ്ങനെ തൊട്ട് അടുത്ത ഒന്നിൽ ആൾക്ക് രോഗം വന്നിട്ട് അവസാനം യേശുവിനെ വിളിച്ചപ്പോൾ ആ രോഗം പോയി എന്നാണ് പറയുന്നത്. പക്ക തട്ടിപ്പ്, ഇവനൊക്കെ പിടിച്ച് ഫ്രോഡ്. ഇത് മറ്റൊരുത്തിന്. അപ്പോൾ ഇവൻ്റെ കമൻസിലൊക്കെ പോയി നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്കറിയാലോ, ഇതാ ക്രിസ്ത്യൻ ബ്ലസ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഖ്യകളൊക്കെ ഇവിടെ പോയി നോക്കുക. എത്രയോ ആൾക്കാർ, മുസ്ലിങ്ങൾ, അല്ല അനീഷ് കണ്ണൻ, ഹിന്ദുക്കളിങ്ങനെ മതം മാറിയത് പറയുന്നുണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ മതം മാറിയ ഹിന്ദുക്കളെ ഇങ്ങനെ അനുഭവ സാക്ഷ്യം ഇവിടെ ഇങ്ങനെ പറയുകയാണ്. ഇത് ഒരാൾ 26 വർഷം ഹിന്ദുവായിട്ട് ജീവിച്ചു, ഇപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നു, സ്തോത്രം. അപ്പോൾ ഇവന്മാർ നന്നായിട്ട് ഇവിടെ ക്രിസ്ത്യാനികൾ പണിയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളാരും കാണുന്നില്ല. അപ്പോൾ ഇവിടെയും കുറേ കുഞ്ഞാടുകൾ ഇങ്ങനെ ഇദ്ദേഹം എന്തായിരുന്നു, പൂജാരിയായിരുന്നു. ഇദ്ദേഹം ഹൈന്ദവ ഭക്തനായിരുന്നു, പാവം. ഇവിടെ കണ്ട, ഇത് എക്സ് മുസ്ലിം ആണത്രേ. ഇവൻ മതം മാറി. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് മുസ്ലിമിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മിഷണറിമാർ, അവർക്കറിയില്ല, മണ്ടന്മാരാണ് അവർ. അവരുടെ ചിന്ത കൊണ്ട് ചിന്തിക്കുന്ന എന്താണ്, ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ നിരീശ്വരവാദികളാക്കിയിട്ട് അങ്ങനെ കുറേ കുഞ്ഞാടുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിരീശ്വരവാദ കുപ്പായമിട്ട കുറേ കുഞ്ഞാടുകൾ. അപ്പോൾ അവർക്കുള്ള മരുന്നൊക്കെ ഞാൻ തയ്യാറാക്കി വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രയോഗിക്കും. എൻ്റെ ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് മതഭക്തിയിൽ തീവ്രമായ ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചു വളർത്തപ്പെട്ട ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. കേവലം കൊച്ചു പ്രായത്തിൽ തന്നെ അതിശൈത്യമുള്ള പ്രഭാതങ്ങളിൽ എഴുന്നേറ്റ് രാവിലെ മദ്രസയിൽ പോയി ഖുർആൻ പഠിക്കാൻ വേണ്ടി പോകുന്ന രംഗങ്ങൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഒരുത്തൻ, ഞാനും ക്രിസ്തു വിശ്വാസിയായ മുസ്ലിം കുടുംബത്തിലെ അംഗമാണ്. നസീബ മോനെപ്പോലെ മദ്രസയിൽ എല്ലാത്തിലും ഫസ്റ്റായിരുന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രിയമകളായി ജീവിക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിനായിട്ട് രംഗത്തിറങ്ങിയിട്ട് ആൾക്കാർ നന്നായിട്ട് മതം മാറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഈ നിരീശ്വരവാദികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജയിലിൽ പോയതിനു ശേഷം സംഭവിച്ചതാണ്. മുമ്പ് ഞാനൊക്കെ ഇവരൊക്കെ വളരെ ഭീകരമായിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർക്കൊക്കെ ഉള്ള മരുന്നുകൾ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും.
തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ചാനലിനൊക്കെ വ്യൂസ് കുറയും. അപ്പോൾ ഇവരുടെ കളികൾ അല്ലെങ്കിൽ ഇവരുടെ കളിപ്പാട്ടങ്ങളായിട്ട് പലരും മാറിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ സംഘയുക്തിവാദികൾ എന്നൊക്കെ പറയുമ്പോൾ സംഘയുക്തിവാദികളുടെ പിറകിൽ ഈ കുഞ്ഞാടി യുക്തിവാദികളാണ്, ഈ മിഷണറി യുക്തിവാദികളാണ്. അങ്ങനെയും ഉണ്ട്. അതൊക്കെ അവർ 2-3 വട്ടം മിഷണറിമാരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് നോക്കട്ടെ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്താൽ പോരാ, കൃത്യമായിട്ട് ചെയ്തു നോക്കട്ടെ. അവരുടെ ഫോളോവേഴ്സിൽ എത്ര ആളുകൾ നിലനിൽക്കും, എത്ര ആളുകൾ കുറയുന്നു നോക്കാം. സിമ്പിളാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഇയാൻ ഹിർസി പറയുന്നത് പോലെയോ ക്രിസ്ത്യൻ ഡോക്കിൻസ് പറയുന്നത് പോലെയോ ഇസ്ലാമിന് ബദൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അല്ല. ജൂതായുസത്തിനും ക്രിസ്ത്യാനിറ്റിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിന് ബദൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി അല്ല, ഹിന്ദുയിസം അല്ല, ജൂതായിസം അല്ല, മനുഷ്യത്വമാണ്, ആധുനിക മൂല്യങ്ങളാണ്. 2024 ഓഗസ്റ്റ് 12 മൂല്യങ്ങൾ വെച്ചിട്ടാണ് ഇസ്ലാമിനെ നേരിടേണ്ടത്. അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. അല്ലാതെ മതവർഗീയവാദികളും മിഷണറികളും സംഖ്യകളും ഒക്കെ ഇടയിൽ കൂടിയിട്ട് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് കളിയൊന്നും അറിയില്ല മക്കളെ. അത് യഥാർത്ഥ യുക്തിവാദികളും യഥാർത്ഥ നിരീശ്വരവാദികളും കളിക്കും. അപ്പോൾ ശരി.